ദൈവമേ, ഇതാരാ ഇവിടെ കൊണ്ടിട്ട് കത്തിച്ചത്? എന്തൊക്കെ ആക്രമണങ്ങളാ ഈ വീട്ടിൽ നടക്കുന്നത്? എന്തൊരു കഷ്ടം. സത്യം, ഇതൊക്കെ കണ്ടിട്ട് പേടി തോന്നുക. ഈ വിവാഹ നിശ്ചയം ആരോ മനഃപൂർവ്വം മുടക്കാൻ ശ്രമിക്കുന്നുണ്ട്. രാജലക്ഷ്മി എന്താ ഒന്നും മിണ്ടാത്തത്? എന്ത് മിണ്ടാനാ? കുടുംബത്ത് നടക്കുന്ന ഈ അക്രമങ്ങൾ കണ്ടിട്ട് മനസ്സ് മരവിക്ക. ഞാനൊരു സത്യം വിളിച്ചു പറഞ്ഞ ആരുടെ നെറ്റിച്ചുളിയരുത്. എന്ത് സത്യം? പുടവ കൊടുപ്പ് നടക്കരുതെന്ന് ഇവിടെ ചിലർക്ക് ഉദ്ദേശമുണ്ട്. മനസ്സിലായില്ല. അതെ, കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. ഈ മുള്ളും മുനയൊക്കെ വെച്ച് സംസാരിച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പുടവ കത്തിച്ചതേ ദേ ഈ സാവിത്രിയാ, അതിന് സംശയമില്ല. ദേ പെണ്ണുപിള്ളേ, എന്റെ തറവാട്ട് മുറ്റത്ത് നിന്ന് എന്നെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലേ എന്റെ സ്വഭാവം മാറും. ദേ, എന്നെ നിങ്ങൾക്ക് ശരിക്കറിയില്ല. ചേച്ചി, എന്റെ അമ്മയോട് ചൂടാവൊന്നും വേണ്ട. ഇക്കാര്യത്തില് എല്ലാവർക്കും സംശയമുണ്ട്. എന്ത് സംശയം? ദേ, എല്ലാരും കൂടെ സംഘം ചേർന്ന് എന്റെ നേരെ വന്നാലുണ്ടല്ലോ. അമ്മ എന്തു ഓർത്താണ് അമ്മ പറയുന്നത്? സാവിത്രി ഞങ്ങളൊന്നും ചിന്തിക്കൂടിയില്ല. അല്ല, ഞങ്ങളുടെ കുഞ്ഞിന്റെ കല്യാണ നിശ്ചയം നടക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുമോ? സാവിത്രി ആഗ്രഹിക്കും. സാവിത്രിക്ക് അങ്ങനെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എന്റെ കൂടപ്പറപ്പിന്റെ അമ്മായിയപ്പനും അമ്മായിയമ്മയായി പോയി. അല്ലെങ്കിൽ ഇപ്പൊ വിവരം അറിഞ്ഞേ. നിർത്ത് സാവിത്രി, നിർത്ത്. ജഗദീഷേ, ഈ അവതാരങ്ങളോട് അടങ്ങി നിൽക്കാൻ പറ. ഇല്ലെങ്കിലേ ഇതിനൊക്കെ എനിക്ക് മറുപടി പറയേണ്ടി വരും. നിങ്ങൾക്കൊന്ന് അടങ്ങിന്നൂടെ? പുതിയൊരു സാരി എടുത്ത് ചടങ്ങ് നടത്തിയാ പോരെ? എന്തു പറയുന്നു അമ്മേ? അതൊന്നും നടക്കില്ല. ഒരു ദിവസമെങ്കിലും പൂജാമുറിയിൽ വെച്ച് പൂജിച്ച സാരി വേണം ചടങ്ങിന്. എന്താ, അത് നിനക്കറിയില്ലേ മാലതി? അമ്മേ, എന്ത് കഷ്ടോ, ചടങ്ങ് മുടങ്ങിയല്ലോ. നന്ദിനിയടുത്തേക്ക് ആകെ സങ്കടമായി. മഹാപാപം. ഒരു സിമ്പതിക്കാരൻ. സാവിത്രി, നീ അവര് പറഞ്ഞ കാര്യമാക്കണ്ട. ജോത്സ്യരെ വിളിച്ച് വിവാഹ നിശ്ചയത്തിനുള്ള പുതിയൊരു മുഹൂർത്തം നോക്കാൻ പറയാം, അല്ലേ മുത്തശ്ശി? ഇനിയിപ്പോൾ അതേ മാർഗമുള്ളൂ. പറഞ്ഞിട്ടെന്ത് കാര്യം? മറ്റൊരു ദിവസം നിശ്ചയം നടത്താനായിരിക്കും യോഗം. സ്ത്രീധനം കൂട്ടിക്കിട്ടാനുള്ള ഒരു തരികിട നമ്പരെ ഞാനിപ്പോ ഇറക്കാം. മാറ്റിക്കരുത്, സ്വയം നാടുകയും അരുത്. ഇങ്ങനെ ഒരു അപശകുനമുള്ള പെണ്ണിനെ കല്യാണം കഴിക്കണോ മോനെ വൈശാഖേ? നിനക്ക് 100 പെൺപിള്ളാരെ വേറെ കിട്ടില്ലേ?
അമ്മ കച്ചവടത്തിനുള്ള വിലപേശി തുടങ്ങി. നിശ്ചയത്തിനെ മുടക്കം. ചെറിയ കുഴപ്പമല്ല, പുടവയാ കത്തിയത്. നടന്നത് അപശകുനമൊന്നുമല്ല. വിവാഹ നിശ്ചയ സ്ഥലത്ത് വെച്ച് ഒരു തർക്കമൊന്നും വേണ്ട. കാര്യങ്ങൾ ഭംഗിയായി നടക്കണം. ഇങ്ങനൊരു വീഴ്ച വന്നുപോയി. ഒരു 50 ലക്ഷം കൂടി ഞങ്ങൾ അങ്ങ് തരും. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഈ താരക പണിക്കർക്കും എന്റെ ഭർത്താവും മന്മഥ പണിക്കർക്കും ഒരു പ്രശ്നവുമില്ല. മണ്ഡപം കത്തിയാലും കാശ് കൂടുതൽ കിട്ടുമെങ്കിൽ ഞങ്ങൾ കല്യാണം നടത്തും. നരഭോജികളാണല്ലോടി നിന്റെ ഈ തന്തയും തള്ളയും. ആലവലാദികൾ. ഒരു മന്മഥപ്പണിക്കരും താരകപ്പണിക്കരും. ഇതൊന്ന് കഴിയട്ടെ. രണ്ടിനും ഞാൻ കൊടുക്കുന്നുണ്ട്. ഓരോ ഔൺസ് കഷായം. ജഗദീഷേട്ടാ, ഞങ്ങളുടെ ഈ കുട്ടിയുണ്ടല്ലോ മീനാക്ഷി, അവള് മകം പറന്ന മങ്കയാ. അവളുടെ സൗഭാഗ്യങ്ങള് നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. നിശ്ചയം നടക്കണം എന്നുള്ളത് പരദേവതയുടെ തീരുമാന. കൈതാരം തറവാട്ടിലേക്ക് ഒരു താന്ത്രിക് സാരിയുടെ ഓർഡർ ഉണ്ടായിരുന്നു. അത് പെയിന്റ് ചെയ്ത് പൂജാമുറിയിൽ വച്ചിരിക്കുകയായിരുന്നു. ഭാഗ്യം. കല്യാണ നിശ്ചയത്തിനും താന്ത്രിക് സാരി തന്നെ വേണമെന്ന് തീരുമാനിച്ച ദേവിക്ക് നന്ദി. ശരിയാ, നന്ദിനി പറഞ്ഞത് സത്യോ. അതുകൊണ്ട് തന്നെയാ ആ സാരി കത്തിക്കാനുള്ള ബുദ്ധി ആർക്കോ തോന്നിയത്. അല്ല, ദേവി തോന്നിപ്പിച്ചത്. വിളക്കുള്ളിടത്ത് വെളിച്ചമുള്ളതുപോലെ നന്ദിനുള്ളിടത്ത് എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവും. ഇതിനാ പറയുന്നത് ദൈവാധീനമെന്ന്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൃത്യസമയത്ത് ഓർത്തത് നന്ദിനിയല്ലേ? എന്നാൽ ഇനി ഒട്ടും താമസിക്കണ്ട, ചടങ്ങുകൾ തുടങ്ങാം. ചെമ്പകമംഗലത്ത് എൻഗേജ്മെന്റ് നടക്കുക.
നീ ഒന്നും അറിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞു. എന്താ അച്ഛനെ ഇതിനൊന്നും അവര് വിളിച്ചില്ലേ? വിളിക്കുമ്പോ ഉണ്ണാൻ മാത്രം ചെല്ലാവുന്ന ബന്ധമല്ലല്ലോ നമുക്ക് അവരുമായി ഉള്ളത്. എന്റെ മൂത്ത മകൻ രാമഭദ്രന്റെ ഭാര്യ വീടാ അത്. അച്ഛന്റെ ഒരു മകളും അവിടുന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ, അതെന്താ മറന്നുപോയോ? അതിന് കല്യാണമെന്നല്ലല്ലോ പറയേണ്ടത്. പോട്ടെ, പല പ്രാവശ്യം പറഞ്ഞ് നാണം കെട്ട വിഷയമാ അത്. മലർന്നു കിടന്ന് തുപ്പാൻ ഞാൻ ഒരുക്കവുമല്ല. ഇന്നവിടെ എൻഗേജ്മെന്റ് നടക്കുന്നത് അച്ഛന്റെ കൊച്ചുമോളുടെയാ. അതാണല്ലോ അപ്പൂപ്പനായ എന്റെ ഉള്ളിലെ വല്ലാത്ത നീറ്റല്. 17.5 വയസ്സായപ്പോഴാ നിന്റെ അനുജത്തിയുടെ മകളെ എന്റെ പേരക്കുട്ടി എനിക്ക് കാണാൻ പറ്റിയത്. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും മാപ്പ് നൽകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു അച്ഛനായിരുന്നിട്ട് കൂടി മരിക്കുവോളം ആ കുഞ്ഞിനെ എന്നെ കാണിച്ചില്ല. ഒടുവിൽ എന്റെ കാർത്തി മീനാക്ഷിയെ ഇവിടെ കൊണ്ടുവന്നപ്പോ എന്റെ കുഞ്ഞിനെ സ്നേഹിക്കാനോ വാത്സല്യം പകരാനോ കഴിഞ്ഞില്ല. മനസ്സിനുള്ളിൽ ഈ വികാരങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. എന്റെ മകൾ 2 കുടുംബങ്ങളോടും ഒരു പാവം പെണ്ണിനോടും ചെയ്ത ചതിയോർത്ത് എനിക്ക് പറ്റിയില്ല. അതുകൊണ്ടായിരിക്കും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചടങ്ങ് നടക്കുമ്പോ എന്റെ കൊച്ചുമകൾ അപ്പൂപ്പന്റെ അടുത്ത് വരാത്തത്. എന്റെ അനുഗ്രഹം അവൾക്ക് വേണ്ടായിരിക്കും. കൊച്ചുമകൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പൂപ്പന്റെ അടുത്ത് വരണമെന്നും അനുഗ്രഹം വാങ്ങിക്കണമെന്നൊക്കെ. ചെമ്പകമംഗലത്തെ പ്രതാപികൾ വിട്ടിട്ട് വേണ്ടേ? അവര് പ്രതാപികളും പ്രമാണികളും അന്തസ്സുള്ളവരും തന്നെയാ. അതിനെന്താ സംശയം? അവരെന്നെ മാന്യമായി ഈ വിവാഹ ചടങ്ങിന് ക്ഷണിക്കുകയും ചെയ്തു. എനിക്ക് ചങ്കുറപ്പോടെ ആത്മാഭിമാനത്തോടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഒക്കുമോ? രണ്ടും കൽപ്പിച്ചല്ലേ എന്റെ മറ്റൊരു മകളുടെ നിൽപ്പിവിടെ. എങ്ങനെ പേടിച്ചിട്ട് അവിടെ ചെല്ലും? ഏത് സമയത്താ നീ കൊടുവാളെടുത്ത് ഭദ്രകാളിയെ പോലെ അങ്ങോട്ട് വരുന്നതെന്ന് ആർക്കറിയാം? അവിടെ നടക്കുന്ന എല്ലാ യുദ്ധങ്ങൾക്കും ഇപ്പോ ശംഖ് വിളിക്കുന്നത് നീയല്ലേ? എന്തായാലും അവിടുത്തെ ചടങ്ങുകൾ ഭംഗിയായി നടക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ പോയി എന്റെ കൊച്ചുമകളെ കണ്ടോളാം. ദയവായി ആ ചടങ്ങുകൾ അലങ്കോലപ്പെടുത്താൻ നീ അങ്ങോട്ട് പോകാതിരുന്നാൽ മതി. കല്യാണ നിശ്ചയമൊക്കെ നല്ല ഭംഗിയായിട്ട് നടക്കും. പക്ഷേ കല്യാണം അതിമനോഹരമായി മുടങ്ങും. ഓ, അതിനു വേണ്ടിയായിരിക്കും നിന്റെ ഈ നിൽപ്പ്. മാംഗല്യം നടക്കാൻ പോകുന്നത് നിന്റെ അനുജത്തിയുടെ മകളുടേതാണ്. അതുകൊണ്ടാണല്ലോ അത് നടക്കില്ലെന്ന് ഞാൻ തറപ്പിച്ച് പറയുന്നത്. എന്റെ അനുജത്തിയുടെ മകളുടെ കഴുത്തിൽ ആര് താലി കെട്ടണോ എന്നത് ഞാൻ തീരുമാനിക്കും. അതിന് നീ തീരുമാനിക്കണ്ട. അവളെ ജനിപ്പിച്ചപ്പോഴേ ദൈവം തീരുമാനിച്ചിട്ടുണ്ട് അവൾക്ക് ഇണയും തുണയുമായി ആരെ നൽകണമെന്ന്. മീനാക്ഷിയുടെ കാര്യത്തിൽ ദൈവമല്ല തീരുമാനിക്കുന്നത്, ഞാൻ ഈ ഇന്ദ്രജ. അഹംഭാവം കൊണ്ട് നിനക്ക് ഭ്രാന്തായിരിക്കുകയാണ്. കുന്നുകൾ പോലെ നീ ധനമുണ്ടാക്കിയാലും ദേവേന്ദ്രന് സമമായി നീ ജീവിച്ചാലും ഒരു നിമിഷം മതി മോളെ കാലപുരുഷൻ കയറുമായി വരാൻ. ആ ചെമ്പകമംഗലത്തെ കുറഞ്ഞത് 2 പേരുടെയെങ്കിലും ജീവൻ കയറിൽ തൂക്കിയിട്ടെ ഈ ഇന്ദ്രജ അടങ്ങും. നിന്നെക്കുറിച്ച് ഓർത്ത് എനിക്ക് പേടിയാകുന്നു മോളെ. കാരണം നിന്റെ നാശം തുടങ്ങിയിരിക്കുന്നു. നിന്റെ വാക്കുകളും പ്രവൃത്തികളും സാധാരണ മനുഷ്യന്റേതല്ല. പ്രതികാരം കൊണ്ട് നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ജയരാമന്റെയും എന്റെ അനുജത്തി മാധുരിയുടെയും ജീവിതത്തിന് തടസ്സമായി 2 പേരുണ്ട് ആ ചെമ്പകമംഗലത്ത്, രാജലക്ഷ്മിയും നന്ദിനിയും. അവരെ 2 പേരെയും എന്നേക്കുമായി വീഴ്ത്തുക മാത്രമാണ് എന്റെ ലക്ഷ്യം. നീ വീഴാതെ നോക്കിയാൽ നിനക്ക് കൊള്ളാം. ഞാൻ നിനക്ക് വേണ്ടി ഒരു മൃത്യുഞ്ജയ ഹോമം നേരുകയാണ്.
എന്റെ മകളുടെ ജീവൻ നിലനിർത്താൻ പ്രാർത്ഥനയും ആരംഭിക്കാം. അല്ലാതെ വയസ്സായ ഈ പിതാവിന് എന്ത് ചെയ്യാനാവും? എൻഗേജ്മെന്റ് എന്തായെന്ന് എന്റെ ചിന്ത. വൈശാഖിന് മീനാക്ഷി ആരാന്നറിയില്ല. ഒരേ സമയം ജയറാമിന്റെയും മാധുരിയുടെയും മകളാണ് അവൾ. എന്തായാലും വൈശാഖിന്റെ ശനിദശ തുടങ്ങി. പരോപകാരം ചെയ്യരുതെന്നൊരു പാഠം ഞാൻ പഠിച്ചു. എൻ്റെ ഇമേജും പോയി. എത്രയും വേഗം ഈ ഡ്രാമ ഒന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു. ഇവനും ഇവളും കൂടി എന്നെ ചതിക്കുക തന്നെയാ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ശവം ഞാൻ ഇവനെ കൊണ്ട് ചുമപ്പിക്കും. പ്രാർത്ഥിക്കൊന്നും വേണ്ട. അതിന് ഇതൊരു നാടകമല്ല. നീ കെട്ടാൻ പോകുന്ന പെണ്ണ് വേറെ അല്ലേ? ഇനി മോതിരമണിയിക്കൽ ചടങ്ങാണ്. പൂജിച്ച മോതിരം കൊണ്ടുവന്നുള്ളൂ. നന്ദിനി, പൂജാമുറി പോയി മോതിരം എടുത്തോണ്ട് വരും. ശരി അമ്മേ. ആചാരങ്ങൾ പലയിടത്തും പല രീതിയിലാണല്ലോ. ഇവിടുത്തെ ആചാരപ്രകാരം വരൻ വധുവിന് മോതിരമണിയിക്കുന്നു, അത്രമാത്രം. ചില സ്ഥലങ്ങളിൽ വരനും വധുവും അങ്ങോട്ടും ഇങ്ങോട്ടും മോതിരം കൈമാറാറുണ്ട്. മോതിരം ഇട്ടിട്ട് വിവാഹ നിശ്ചയം നടക്കില്ല. മോതിരം എൻ്റെ കയ്യിലല്ലേ. അമ്മ, മോതിരം കാണുന്നില്ല. എന്താ എന്താ അമ്മേ? എന്താ മുത്തശ്ശി? മോനെ, മോതിരം കാണുന്നില്ലാന്ന്. മോതിരം കാണുന്നില്ലെന്നോ? ഞാൻ അവിടെയൊക്കെ നോക്കി, എങ്ങും കാണുന്നില്ല.
കെട്ടല്ലേ. മോതിരം ഇല്ലാതെ തന്നെ വിവാഹ നിശ്ചയം നടത്തി. ഈ നാശം പിടിച്ചവൻ എന്റെ തലയിൽ നിന്ന് ഒടിയട്ടെ. വീണ്ടും അപശകുനം. ഈ പെണ്ണിന് എന്തോ ശാപമുണ്ട്. ഡിമാൻഡ് കൂട്ടണം. ഒരു 25 ലക്ഷം കൂടെയെങ്കിൽ പോരും. ട്രൈ ചെയ്യാം. അമ്മേ, കാശ് കൂട്ടിക്കിട്ടാൻ വേണ്ടി ഇനിയും തരികിട കാണിച്ചാലുണ്ടല്ലോ, അമ്മയുടെ സ്വഭാവം മാറും. അവസാനം നാണം കെട്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോണ്ടി വരും.